ഇന്ന് നമ്മൾ അജ്മാനിലെ അലിയാസ്മീനിൽ സെയിലിനിട്ടിരിക്കുന്ന ഒരു ടൗൺ ഹൗസാണ് കാണാൻ പോകുന്നത്. ഗ്രൗണ്ട്+2 ആണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ട് 5 ബെഡ്റൂമും പിന്നെ ടോപ്പ് ഫ്ലോറിൽ ടെറസിലേക്കുള്ള ആക്സസും ആണ് വരുന്നത്. ഇതാണ് പാർക്കിംഗ് ഏരിയ വരുന്നത്. കുറച്ച് വൈഡ് ആയിട്ടുള്ള പാർക്കിംഗ് തന്നെയാണ്. പിന്നെ ടാറിട്ട റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത്. ടോട്ടൽ ഏരിയ വരുന്നത് 2800 സ്ക്വയർ ഫീറ്റ് ആണ്. ഗേറ്റ് കടന്ന് ഉള്ളിലോട്ട് ചെല്ലുമ്പം റൈറ്റ് സൈഡിൽ ചെറിയൊരു പാസേജ് പോലെ ഉണ്ട്. പിന്നെ ഈ എൻട്രൻസിൻ്റെ അടുത്തായിട്ട് അത്യാവശ്യം ചെറിയൊരു വലിപ്പത്തിലുള്ള ഒരു മുറ്റവും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് മജ്ലിസും നേരെ കാണുന്നത് ഹോളും ആണ് വരുന്നത്. ഹോളിലേക്ക് വരുമ്പോൾ ആ ടി വിയുടെ ഏരിയയിലൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തതുപോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ ഭാഗത്താണ് മജ്ലിസ് വരുന്നത്. അത് നമുക്ക് പിന്നെ നോക്കാം. നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. അത്യാവശ്യം എക്യുപ്ഡ് ആയിട്ടുള്ള കിച്ചണൊക്കെ തന്നെയാണ്. കുക്കിംഗ് റേഞ്ച് കാര്യങ്ങളൊക്കെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് വയറിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കിച്ചൺ അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ എന്ന് തന്നെ പറയാം. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെയാണ് വാട്ടർ ടാങ്കിൻ്റെയും അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ഏരിയ വരുന്നത്. പിന്നെ ടൗൺ ഹൗസ് ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ മതിലുമേ മുട്ടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഒട്ടുമിക്ക റൂമുകൾക്കും വിൻഡോസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്നത് ഒന്ന് കിച്ചണിൽ നിന്നൊരു വിൻഡോ വരുന്നുണ്ട്. അതുപോലെ താഴത്തെ ഫ്ലോറിൽ ഒരു റൂം വരുന്നുണ്ട്. അതിൻ്റെ വിൻഡോയും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. മുകളിലോട്ട് നോക്കുകയാണെങ്കിലും എല്ലാ റൂംസിൻ്റെയും വിൻഡോസ് വരുന്നുണ്ട്. കിച്ചണിൽ നിന്നും ഹോളിൽ നിന്നും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാർഡ്രോബ് ഏരിയ പോലെ ഉണ്ട്. നല്ല വലിപ്പത്തിലുള്ള ഒരു 3 ഡോറ് കബേർഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു വിൻഡോ വരുന്നുണ്ട്. പിന്നെ വാഷ്റൂമിനും അതുപോലെ പുറത്തുനിന്ന് നല്ല വെളിച്ചം അടിക്കുന്നത് തന്നെയാണ്. വാഷ്റൂമൊക്കെ കാണാൻ നല്ല വലിപ്പത്തിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇനി നമുക്ക് മജ്ലിസ് നോക്കാം. മജ്ലിസ് എന്ന് പറയുന്നത് സാധാരണ ഗൾഫിലൊക്കെ ഉള്ള വീടുകൾക്ക് 2 ഹോൾ ഉണ്ടാവും. ഒന്ന് നമുക്ക് വീട്ടുകാർക്ക് യൂസ് ചെയ്യാവുന്നതും പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് പുറത്തുനിന്ന് തന്നെ കയറാൻ പാകത്തിൽ ഒരു അഡീഷണൽ ഹോൾ ഉണ്ടാവും. അതാണ് മജ്ലിസ്. ഇത് നമുക്ക് ഹോളിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും, പുറത്തുനിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഹോളിൽ കൂടിയാണ് ഉള്ളിലോട്ട് കയറിയിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയയും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ വരുമ്പോഴത്തേക്ക് ഇതാണ് മജ്ലിസ്. ഇത് നമുക്ക് പുറത്തുനിന്ന് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാം. പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഇപ്പം വില്ലയോ ടൗൺ ഹൗസൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പും നമ്മുടെ വീടിനടുത്തൊക്കെ ഇങ്ങനെ സെയിൽ വരുന്ന സമയത്ത് വില്ലാസൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പിനും മജ്ലിസിനും ഇടയ്ക്കായിട്ട് ചെറിയൊരു ഏരിയ വരുന്നുണ്ട്. സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ടും കുറച്ച് സ്റ്റോറേജ് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. അത് ആക്ച്വലി ലോക്ക് ചെയ്തിരിക്കുവാണ്. ഇനി മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കിയുള്ള 4 റൂംസും വരുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ട് 2 റൂം, ലെഫ്റ്റ് സൈഡിലായിട്ട് 2 റൂം അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരു സ്റ്റെപ്പ് കൂടി കയറി മുകളിൽ പോവുകയാണെങ്കിൽ പിന്നെ ടെറസിലേക്കുള്ള ആക്സസ് ആണ് വരുന്നത്. ഈ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ റൂമാണിത്. വാഷ്റൂം എല്ലാം എല്ലാ റൂമിലെയും ഏകദേശം സെയിം തന്നെയാണ്. ആ ഒരു ബാത്ത് ഏരിയ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ഗ്യാപ്പിലേക്ക് വരുന്നതുകൊണ്ട് കുളിക്കുന്ന വെള്ളമൊന്നും ഈ ക്ലോസറ്റിൻ്റെ ഭാഗത്തിലേക്കൊന്നും വീഴാത്ത വിധത്തിലുള്ള വാഷ്റൂമാണ്. പിന്നെ സിങ്ക് ഏരിയ ആണെങ്കിലും അടിയിൽ ചെറിയതായിട്ട് ഒരു തട്ടും കൂടിയൊക്കെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. റൂമിലേക്ക് വരുമ്പോൾ ഇത് ഫുൾ വിൻഡോ ഉള്ള റൂമാണ്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വ്യൂ വരുന്ന 2 റൂം, ബാക്കിലേക്ക് വ്യൂ വരുന്ന 2 റൂം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഫ്രണ്ടിൽ നേരത്തെ കണ്ടിരിക്കുന്ന ആ ഒരു റോഡ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഈ റൂമിലെ വാർഡ്രോബ് വന്നിരിക്കുന്ന ഈ ഡോറിൻ്റെ പിൻഭാഗത്തായിട്ടാണ്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡബിൾ ഡോറിൻ്റെ ഒരു വാർഡ്രോബ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അടുത്ത റൂം വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ റൂമുകളെല്ലാം ഏകദേശം ഒരേ സൈസ് പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ റൂമിൽ അഡീഷണൽ ആയിട്ട് ബാൽക്കണി വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാൽക്കണിയൊക്കെ തന്നെയാണ്. പിന്നെ വ്യൂ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട അതേ വ്യൂ തന്നെയാണ് വരുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വാഷ്റൂം വരുന്നത്. പിന്നെ ഈ റൂമിൽ നമ്മൾ കബേർഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ടൗൺ ഹൗസ് ആണെങ്കിലും ഫ്രണ്ടിലേക്ക് വ്യൂ വരുന്ന എല്ലാ റൂമിലേക്കും ഫുൾ വിൻഡോയും ബാക്കിലേക്ക് വരുന്നതിൽ എല്ലാത്തിലും ഹാഫ് വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലുള്ള 2 റൂമും കൂടി കാണാം. ബാക്കിലേക്കുള്ള 2 റൂമിലും അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള വാർഡ്രോബ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ 2 വിൻഡോ ആണ് വരുന്നത്. വാഷ്റൂം നമ്മൾ മുന്നേ കണ്ടത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇപ്പുറത്തെ റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ താഴത്തെ ഫ്ലോറിൽ കണ്ടതുപോലെ സെപ്പറേറ്റ് ഒരു വാർഡ്രോബ് ഏരിയ പോലെ ഉള്ളിലോട്ട് പോയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. വാഷ്റൂം നേരത്തെ കണ്ടത് തന്നെയാണ്, എക്സാക്റ്റ് സെയിം തന്നെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ടോപ്പ് ഫ്ലോറിൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ടെറസിലേക്കുള്ള ഡയറക്റ്റ് ആക്സസ് ആണ്. പിന്നെ മുകളിലോട്ടുള്ള സ്റ്റെയർസൊക്കെ ഉള്ളിൽ നിന്നായതുകൊണ്ട് ടെറസ് ഗാർഡനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ടെറസൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ വീടിന് പുറത്തു നിന്നുള്ള ഒരു സ്പൈറൽ ടൈപ്പ് സ്റ്റെയർസാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് മുകളിലോട്ട് കയറലും ഇറങ്ങലും നല്ല ബുദ്ധിമുട്ടുള്ള പണിയായത് കാരണം നമുക്കത് ആലോചിക്കാനേ പറ്റില്ല. ടെറസിൻ്റെ നടുക്കായിട്ട് തന്നെ ഇങ്ങനെ ഒരു റൂം പോലെ ഒരു ഏരിയ വന്നിട്ടുള്ളത് കൊണ്ട് ഫുൾ ടൈം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വെയിലടിക്കുന്നുണ്ടാവില്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ടൊരു സ്റ്റെപ്പ് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ടാങ്ക് വെക്കുമ്പോഴത്തേക്കും മുകളിലേക്ക് കയറി ചെക്ക് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ ഇതാണ് വ്യൂ വരുന്നത്.
ഇതിപ്പോൾ ടോട്ടൽ 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 ബെഡ്റൂം ടൗൺ ഹൗസ് ആണ്. ഇത് ഏരിയ വരുന്നത് അലിയാസ്മീൻ ആണ്. ഇതിനടുത്തായിട്ട് തന്നെ വേറെയും 1-2 ടൗൺ ഹൗസ് ഒക്കെ പണി നടക്കുന്നുമുണ്ട്. പിന്നെ വില്ല വാങ്ങുന്നതിനുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ചില റൂൾസിലൊക്കെ മാറ്റം വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു 5 ബെഡ്റൂം ടൗൺ ഹൗസിൻ്റെ കാഴ്ചകൾ. ഏകദേശം എല്ലാം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.